തനിക്കെതിരായ വഞ്ചനാ കുറ്റത്തിൽ നിവിൻ പോളി നിർമ്മാതാവ് PA ഷംനാസിനെതിരെ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിന് പരാതി നൽകി. വ്യാജ ഒപ്പിട്ട് ആക്ഷൻ ഹീറോ ബിജു 2വിന്റെ ടൈറ്റിൽ സ്വന്തമാക്കിയെന്നാണ് പരാതി. നിവിൻ പോളി, എബ്രിഡ് ഷൈൻ, ഷംനാസ് എന്നിവർ ഒപ്പിട്ട കരാറിൽ സിനിമയുടെ അവകാശങ്ങൾ നിവിൻ പോളിയുടെ നിർമ്മാണ കമ്പനിക്ക് നൽകിയിരുന്നു. എന്നാൽ രേഖകൾ മറച്ചുവെച്ച് ഫിലിം ചേംബറിൽ നിന്ന് ചിത്രത്തിന്റെ പേരിന്റെ അവകാശം ഷംനാസ് സ്വന്തമാക്കിയെന്നാണ് നിവിൻ പോളിയുടെ പരാതി. ലേബി സജീന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ലേബി സജീന്ദ്രൻ, വഞ്ചനാ കുറ്റത്തിൽ ഇപ്പോൾ ഷംനാസിനെതിരെ നിവിൻ കൊടുത്തിരിക്കുന്ന പരാതിയുടെ ഉള്ളടക്കം എന്താണ്? സുജയ പാർവതി, ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. ആദ്യത്തെ കേസ് ഷംനാസാണ് നിവിൻ പോളിക്കെതിരെ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്ന് തലയോലപ്പറമ്പ് കോടതിയിൽ നിവിൻ പോളി ഹാജരാകേണ്ടതായിരുന്നു. ചോദ്യം ചെയ്യലിന് അങ്ങോട്ട് എത്തില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇന്നലെ രാത്രി പാലാരിവട്ടം പോലീസിൽ ഷംനാസിനെതിരെ നിവിൻ പോളി വഞ്ചനാ കുറ്റത്തിന് തിരിച്ചു പരാതി നൽകിയിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഫിലിം ചേംബറിലും ഇതേ പരാതി നിവിൻ പോളി നൽകിയിരിക്കുന്നത്. അതായത് 3 പേരും തമ്മിൽ കരാർ, നിവിൻ പോളിയും എബ്രിഡ് ഷൈനും ഒപ്പം തന്നെ PS ഷംനാസും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കുന്നു. അത് ആക്ഷൻ ഹീറോ ബിജു 2 എന്ന ചിത്രത്തിന്റെ പേരിലാണ്. ആ കരാറിൽ ചേർത്ത് വെച്ച സമ്മതപത്രത്തിൽ വ്യാജ ഒപ്പ് നിവിൻ പോളിയുടേതായി ചേർത്തുകൊണ്ടാണ് ഈ ചിത്രത്തിന്റെ അവകാശം, ടൈറ്റിൽ അവകാശം നേടാനായി ഫിലിം ചേംബറിൽ ഇത് നൽകിയിരിക്കുന്നത്. അങ്ങനെയാണ് ഫിലിം ചേംബറിനെ കബളിപ്പിച്ചുകൊണ്ട് വ്യാജ ഒപ്പിട്ട് നൽകി അവിടെ നിന്ന് ഈ ചിത്രത്തിന്റെ അവകാശം നേടിയിരിക്കുകയാണ് PS ഷംനാസ എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിവിൻ പോളി രംഗത്ത് വന്നിരിക്കുന്നത്. ഇതേ പരാതി തന്നെയാണ് ഇന്നലെ പോലീസ് സ്റ്റേഷനിലും പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലും നൽകിയിരിക്കുന്നത്. ഏതായാലും ആക്ഷൻ ഹീറോ ബിജുവിന്റെ അവകാശത്തെ ചൊല്ലി ഇപ്പോൾ നിവിൻ പോളിയും ഒപ്പം തന്നെ ആ ചിത്രത്തിന്റെ സഹ നിർമ്മാതാവ് PS ഷംനാസും ഇപ്പോൾ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഷംനാസിനെതിരെ ഇപ്പോൾ പരാതിയുമായി നിവിൻ പോളി പോലീസ് സ്റ്റേഷനിലും ഫിലിം ചേംബറിലും എത്തിയിരിക്കുകയാണ്. സുജിയ.